ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വെറുമൊരു ശാസ്ത്രമല്ല, വളരെ സത്യമായിട്ടുള്ള ശാസ്ത്രം തന്നെയാകുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ തന്നെ സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ച ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓരോ ചിത്രത്തിന് പിന്നിലും അതിൻ്റേതായ ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആയിട്ടിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ നടക്കാതെ പോയിട്ടുള്ള ആഗ്രഹങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു ചിത്രം നിങ്ങൾ ഭഗവാനെ, നിങ്ങളുടെ ഇഷ്ട ദേവീ ദേവന്മാരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരു ചിത്രം മാത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏതാണ്ട് ശരിയായി തന്നെയായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിലെ ഫലങ്ങളാണ് ഇനി പറയാനായി പോകുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. എത്ര കഠിനമായി പ്രയത്നിച്ചാലും വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. വരവിനേക്കാൾ ചിലവ് കൂടി വരുന്ന ഒരു അവസ്ഥ എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങളെ തേടി എത്തിയിട്ടുണ്ട്. കുടുംബത്തിൽ സുഖകരമായ ഒരവസ്ഥ ചിലപ്പോഴൊക്കെ ഇല്ലാതെ വരുന്നു. പങ്കാളിയുമായുമൊക്കെയുള്ള അനാവശ്യമായ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചെറിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. വളരെയധികം ആത്മനിയന്ത്രണം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആത്മവിശ്വാസവും ധാരാളം ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിലും ചില പ്രത്യേക അവസരങ്ങളിൽ അവയെല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയും നിങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഉറച്ച മനസ്സോടെ തീരുമാനം എടുക്കേണ്ട പല സ്ഥലങ്ങളിലും നിങ്ങൾ പതറിപ്പോവാറുണ്ട് എന്നതാണ് സത്യം. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയോടെ ചെയ്തു തീർക്കാൻ നിങ്ങൾ പരിശ്രമിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും വിജയം കാണാറില്ല. നിസ്സാരമായ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വന്നു ചേരുന്നു. ഇതൊക്കെ കൊണ്ട് വളരെയധികം മനപ്രയാസം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിലെ നന്മ കൊണ്ടും ഗുണപ്രവൃത്തികൾ മൂലവും നിങ്ങളുടെ ദൈവിക ശക്തി ബന്ധികളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന ഒരു സമയം അടുത്തു തന്നെ എത്തിച്ചേരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ആയാലും നിങ്ങളുടെ മനസ്സിലെ നന്മ കൊണ്ടും ഗുണപ്രവൃത്തികൾ മൂലവും നിങ്ങളുടെ ദൈവിക ശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ പല പ്രതിസന്ധികളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള സമയം അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതു കാര്യമായാലും അത് മുൻപും പിൻപും ആലോചിക്കാതെ മത്സര ബുദ്ധിയോടെ ചെയ്യാൻ ശ്രമിക്കുക. പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പരാജയപ്പെട്ട പല സ്ഥലങ്ങളിൽ നിന്നും വിജയത്തിൻ്റെ കിരണങ്ങൾ തെളിയിക്കാൻ ഇനി അധിക നാൾ ഇല്ല. ഇത്തരത്തിൽ ബുദ്ധിപരമായ ചിന്താഗതിയോടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പരാജയപ്പെട്ട പല സ്ഥലങ്ങളിൽ നിന്നും വിജയത്തിൻ്റെ കിരണങ്ങൾ തെളിയിക്കാൻ ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ട ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്ന കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച നേടിത്തരുന്ന എന്തെങ്കിലും അവസരമോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ തേടി വരുന്നത്.
ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത്. പല അവസരങ്ങളിലും അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നിട്ടുണ്ട്. ഭവന നിർമ്മാണവും നിങ്ങളുടെ മനസ്സിലെ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം തന്നെയാണ്. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വളരെ ചെറുതാണെങ്കിൽ പോലും ഉടനെ തന്നെ അത് നടക്കുന്നതാണ്. സന്തോഷത്തേക്കാൾ കൂടുതൽ മാനസിക പ്രയാസങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ ഇട വന്നിട്ടുണ്ട്. നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ച ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വളരെയധികം കുത്തുവാക്കുകളും അവഗണനയും ഒക്കെ അനുഭവിക്കേണ്ടതായി വന്നു ചേർന്നിട്ടുണ്ട്. സ്നേഹത്താൽ മറ്റുള്ളവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. എല്ലാവരെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. നന്മയോടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു അടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം, അത് ചെറുതാണെങ്കിലും വലുതായാലും, സാധിപ്പിച്ചെടുക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ ഓരോ നിമിഷവും മുന്നേറിക്കൊണ്ടിരിക്കുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളാണ് പറയാനായി പോകുന്നത്. തീർച്ചയായും നിങ്ങൾ സ്നേഹസമ്പന്നരാണ്. സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിനാണ് മുൻതൂക്കം കൂടുതൽ കൊടുക്കുക. ഇത് നിങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയായി കരുതാവുന്നതാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ കുറച്ചു സമയമെടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുക. ഏതൊരു കാര്യത്തിലും ക്ഷമയോടെ കാത്തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത, സത്യസന്ധരായ വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും സത്യസന്ധമായി തുറന്നു പറയാറുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ വിനയായി വന്നിട്ടുമുണ്ട്. നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം സാധിച്ചു കിട്ടുവാൻ കുറച്ചുകൂടി ടൈം എടുക്കും, എന്നാലും അത് തീർച്ചയായും നടന്നു കിട്ടുക തന്നെ ചെയ്യും. നിരാശയുടെ ഒരാവശ്യവുമില്ല. പ്രായം എത്രയായാലും നിങ്ങളുടെ മനസ്സ് കുട്ടിത്തം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പിന്തള്ളലുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. കൂടുതലും ശാന്ത സ്വഭാവക്കാരായ നിങ്ങൾ വളരെ സന്തോഷപൂർവ്വം ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. കള്ളം പറഞ്ഞും മറ്റുള്ളവരെ ചതിച്ചും ഒന്നും തന്നെ നേടിയെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല. സ്വന്തമായി അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിലും മറ്റുള്ളവരുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മാനിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. എന്നിരുന്നാലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളുമൊക്കെ തനിക്ക് ശരിയെന്ന് തോന്നിയാൽ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ. അതോടൊപ്പം ഈശ്വരനെ നല്ല രീതിയിൽ ആരാധിക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും സന്തോഷമായാലും സങ്കടമായാലും ഇനി മറ്റുള്ളവരോട് പറയാൻ നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ പോലും അത് മറ്റുള്ളവരോട് തുറന്നു പറയുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കുവാൻ അതിസമർത്ഥന്മാരായിരിക്കും നിങ്ങൾ. ഏതൊരു കാര്യത്തിലും അല്ലെങ്കിൽ ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിലൊക്കെ എടുത്തുചാടി പെരുമാറുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം പക്വതയോടുകൂടി അത് സംസാരിക്കുകയും എന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത രീതിയിൽ പരിഹാരം കണ്ടെത്താൻ കഴിവുള്ളവർ കൂടിയാണ് നിങ്ങൾ. മാനസിക സന്തോഷം അനുഭവിക്കാനുള്ള ഒരു അവസരം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ നല്ല ബന്ധങ്ങൾ കുറച്ചുകൂടി അടുക്കുവാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നു. പക്ഷേ സമയം അല്പം കാത്തിരിക്കണമെന്ന് മാത്രം. നിങ്ങൾ വിചാരിച്ച ആ ഒരു ആഗ്രഹം നടക്കുവാനുള്ള നല്ലൊരു അവസരം വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനു മുൻപിലൂടെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. അത് മറികടക്കുന്നതിനെ നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തീർച്ചയായും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സമയമെടുത്താണെങ്കിൽ പോലും നടന്നു കിട്ടുന്നതാണ്. സാമ്പത്തികപരമായ എന്തെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിൽ അതിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ വളരെ ജാഗ്രതയോടുകൂടി ഓരോ ചുവടുകളും വയ്ക്കുക.
യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായും അത് നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഇനി നിങ്ങൾക്ക് വരാനായി പോകുന്നത്. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.